Hi friends, welcome back. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സിലെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പോർഷൻസും എഞ്ചിനീയറിംഗ് ഫിസിക്സിൻ്റെ ഈ ചാനലിൽ അപ്ലോഡറാണ്, പ്ലേലിസ്റ്റിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് പോയി കാണാൻ പറ്റും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. കാരണം ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് 2 മൊഡ്യൂൾസ് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പെട്ടെന്ന് തന്നെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻസ് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നെ നമ്മൾ എടുക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു വേവിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതായത് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണ ഒരു വേവിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. മറ്റേ 1 ഡയമെൻഷണൽ വേവിലൊക്കെ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/v² ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. ഇത് പാർട്ടിക്കിൾ ഇൻ മൂവിങ് ഇൻ എക്സ് ഡയറക്ഷനുള്ള വേവ് ഇക്വേഷനാണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/v² ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. ഞാനിവിടെ ഓരോ 1, 2, 3, 4 എന്ന ഇക്വേഷൻ ഇങ്ങനെ മാർക്ക് ചെയ്തും അങ്ങനെ ഒരു 10-16 ഉണ്ട്. കാരണം ഒരു വലിയൊരു എന്താ പറയുക ഒരു ഇതാണ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ 1, 2, 3, 4 എന്നൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് സ്പോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വേണം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇത് ശരിക്കും ഇതിൻ്റെ ഒപ്പം ചെയ്തു വരുത്. ആദ്യം ഇത് മൊത്തം കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ വേണം ചെയ്യാൻ. ഓക്കെ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/v² ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. ഇതിൻ്റെ സൊല്യൂഷൻ നമുക്കറിയാം. അതായത് സൈ ഈസ് ഈക്വൽ ടു AE റേസ് ടു -i/h ഇൻറ്റു ET - px. ഇതും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള സംഭവമാണ്. ഇതാണ് ഇക്വേഷൻ 2. സൈ ഈസ് ഈക്വൽ ടു AE റേസ് ടു -i/h ഇൻറ്റു ET - px. ഇനി നമ്മൾ ഈ സൈഡ് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ടി എന്താ പറയുക ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി ഈ ഇക്വേഷന് 2 ഇക്വേഷന്. അപ്പോൾ 2 എന്താവും? ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു -i/h -ie/h ഇൻറ്റു സൈ എന്നാവും. മനസ്സിലായ? ഇവിടെ ഇതിൻ്റെ എന്താ പറയുക ഡിഫറൻഷ്യേറ്റ് നമുക്ക് എങ്ങനെ ചെയ്യുക? ഇ റേസ് ടു ആണ്, എക്സ്പോണൻറ്റ് ടേം ആണ്. അപ്പോൾ ഇ റേസ് ടു വരുമ്പോൾ ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ പിയുടെ ടേം എടുക്കില്ല. കാരണം ഇത് എക്സിൻ്റെ കൂടെ എടുക്കണം. ടിയുടെ കൂടെ ആരാ എടുക്കണം? ഇ ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ -ie/h ഇതാണ് ഇവിടെ എഴുതിയേക്കണം. ഇൻറ്റു AE റേസ് ടു ഈ ടേം ഓൾറെഡി പിന്നെയും വരും. അപ്പോൾ അതിന് പകരമാണ് ഞാനിവിടെ സൈ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു -ie/h ഇൻറ്റു സൈ. ഇനി നമ്മൾ ചെയ്യാൻ പോകണം ഒന്നുമല്ല, വെറുതെ റീഅറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ ഈ സൈ എന്നുള്ള ടേം കണ്ട, ഈ ടേം മാത്രം ഇവിടെ വെക്കണം. ഇത് രണ്ടിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ -iനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ താഴത്തോട്ടല്ല പോകണം, പോസിറ്റീവ് i ആവുള്ളൂ, -i. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? h താഴത്തുനിന്ന് സാധാരണ പോലെ മുകളിലോട്ട് തന്നെ പോകും. അപ്പോൾ ഇവിടെ i/h ഇൻറ്റു ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ഇ സൈ എന്ന് പറഞ്ഞൊരു ഇക്വേഷനാണ് നമുക്കിവിടെ കിട്ടുക. i/h ഇൻറ്റു ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ഇ സൈ. ഇനി നമ്മൾ ആ സൈഡ് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്വൈസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്വൈസ്, അതായത് ഡോ സൈ ബൈ ഡോ എക്സ് അല്ല, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -p² സൈ ബൈ h സ്ക്വയർ എന്ന് കിട്ടും. നിങ്ങളിത് ശരിക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നിന്നാൽ ആദ്യം ഡോ സൈ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം, പിന്നെ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ചെയ്യണം. അതിന് പകരം നിങ്ങളിവിടെ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു p² സൈ ബൈ h സ്ക്വയർ ഇത് പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ വേഗം ജസ്റ്റ് ഒന്ന് എന്താ പറയണ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നിങ്ങൾ ചെയ്യാനാണ് ശരിക്കുള്ള രീതി. വേഗം തന്നെ ഇക്വേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മനപ്പാടാക്കി വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്വൈസ് എന്ന് എഴുതിയിട്ട് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -p² സൈ ബൈ h സ്ക്വയർ എന്ന് എഴുതാം. ഇത്രേ ഉള്ളൂ ഇവിടെ നമ്മൾ ചെയ്യണം. ഇനി ഇവിടെ നമ്മൾ ഇതേപോലെ റീഅറേഞ്ച് ചെയ്യാൻ പോകുകയാണ്. ഇവിടെ നമുക്ക് ബാക്കി നിൽക്കുന്ന ടേംസ് ഈ p² സൈ എന്നുള്ള ടേമാണ്. അതിന് വേണ്ടി നമ്മൾ h സ്ക്വയറിൻ്റെ ടേം ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും?
h cut square into dou square psi by dou x square is equal to minus p square psi എന്ന് കിട്ടും. p square psi കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, മൈനസിന് ഇപ്പുറത്തോട്ട് കൊടുക്കുക. അപ്പോൾ p square psi is equal to minus h cut square into dou square psi by dou x square. ഇതാണ് ഇക്വേഷൻ 4. നമുക്കിവിടെ ഇപ്പോൾ ഇക്വേഷൻ 3ൽ ഇ സൈ എന്നുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്, ഇവിടെ പി സ്ക്വയർ സൈ എന്നുള്ള വാല്യൂവും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടാൻ പോണത് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഇ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പി സ്ക്വയർ ബൈ 2m പ്ലസ് വി. ഇത് രണ്ടിൻ്റെയും സമ്മാണ് ടോട്ടൽ എനർജി പി സ്ക്വയർ ബൈ 2m പ്ലസ് വി. ഇനി ഇതിനെ നമ്മൾ ഈ ഹോൾ ഇക്വേഷനെ മൾട്ടിപ്ലൈ ബൈ സൈ, അതായത് മൾട്ടിപ്ലൈയിങ് ബൈ സൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, ഇ സൈ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ സൈ ബൈ 2m പ്ലസ് വി സൈ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇ സൈ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ സൈ ബൈ 2m പ്ലസ് വി സൈ. എല്ലാത്തിനെയും നമ്മൾ സൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഇവിടെ നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്ത ഇക്വേഷനിൽ ഇ സൈ കിടപ്പുണ്ട്, പി സ്ക്വയർ സൈയും കിടപ്പുണ്ട്. നമുക്ക് നേരത്തെ ഇക്വേഷൻ 3ലും 4ലും ഇ സൈയും പി സ്ക്വയർ സൈയും കിട്ടിയതാണ്. അത് നേരെ നമ്മൾ ഈ 5th ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 3 and 4 ഇൻ ഇക്വേഷൻ 5. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇ സൈക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, ഐ എച്ച് കട്ട് ഇൻറ്റു ഡോ സൈ ബൈ ഡോ ടി, ഐ എച്ച് കട്ട് ഇൻറ്റു ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ സൈക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇവിടെ ഒരു 2m കിടപ്പുണ്ട് ഡിനോമിനേറ്ററിൽ, അപ്പോൾ അതും കൂടി ഇവിടെ എഴുതാം, ബൈ 2m പ്ലസ് വി സൈ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതാണ് 6th ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് ടൈം ഡിപ്പെൻഡൻറ്റ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ. ഇതാണ് ടൈം ഡിപ്പെൻഡൻറ്റ്, ഇത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സ്ക്രോഡിഞ്ചർ ഇക്വേഷനാണ്. ഇത് 1 ഡയമെൻഷനാണ്. ഇത് നമുക്ക് 3 ഡയമെൻഷനിൽ എങ്ങനെ എഴുതാം, ഐ എച്ച് കട്ട് ഇൻറ്റു ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡെൽ സ്ക്വയർ സൈ പ്ലസ് വി സൈ. ഇതാണ് ടൈം ഡിപ്പെൻഡൻറ്റ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ 3 ഡയമെൻഷൻ. അപ്പോൾ ഇത് രണ്ടുമാണ് ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻസ്. ഇനി നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, നമ്മൾ പൊസിഷൻ ഡിപ്പെൻഡും ടൈം ഡിപ്പെൻഡും വേർതിരിക്കണം. കാരണം പൊട്ടൻഷ്യൽ എനർജി, ഒരു പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ ടൈമിൻ്റെ ഫംഗ്ഷനും പൊസിഷൻ്റെ ഫംഗ്ഷനും സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ ആ വേവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം, സൈ ഓഫ് എക്സ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി എന്ന് എഴുതാൻ പറ്റും അല്ലേ. അതായത് നമ്മൾ പൊസിഷൻ്റെ ഫംഗ്ഷനും ടൈമിൻ്റെ ഫംഗ്ഷനും സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതാണ്. അപ്പോൾ സൈ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി. ഇനി ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്വൈസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്വൈസ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്വൈസ് എടുക്കുമ്പോൾ ഈ ഫൈ ഓഫ് ടി എടുക്കണ്ട. അപ്പോൾ ഡോ സ്ക്വയർ ഫൈ ഓഫ് ടീനെ ഒന്നും ചെയ്യണ്ട, സൈ ഓഫ് എക്സിനെ ചെയ്താൽ മതി. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ടി ഇൻറ്റു ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ടി ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്വൈസ് ചെയ്യുമ്പോൾ കിട്ടും. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ടി വൺസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി വൺസ്. അപ്പോൾ എന്ത് കിട്ടും, ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു സൈ ഓഫ് എക്സിനെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ എന്താവും, സൈ ഓഫ് എക്സ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ടി. ഇതാണ് ഇക്വേഷൻ 10. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 9 and 10
അതായത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സൈ ബൈ ഡോ ടി, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ നമ്മുടെ ഇക്വേഷൻ 6 അതായത് ടൈം ഡിപ്പെൻഡൻറ്റ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ ആയ ഐ എച്ച് കട്ട് ഇൻറ്റു ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ആ ഒരു ഇക്വേഷനില്ലേ നമ്മൾ ലാസ്റ്റ് ഡിറൈവ് ചെയ്തത്, അതിൽ ഈ രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണെയാണ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഐ എച്ച് കട്ട് ഇൻറ്റു ഡോ സൈ ബൈ ഡോ ടിക്ക് പകരം നമ്മൾ സൈ ഓഫ് എക്സ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ടി ഇടും. ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m. ഇനി എന്താ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ഫൈ ഓഫ് ടി ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് എഴുതാം, പ്ലസ് വി ഇൻറ്റു സൈക്ക് പകരം സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി. അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുണ്ട്, സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി. ഇനി ഈ ഒരു ഇക്വേഷനെ നമ്മൾ ത്രൂ ഔട്ട് സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡിവൈഡിങ് ത്രൂ ഔട്ട് വിത്ത് സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി. ഇത് വെച്ച് നമ്മൾ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? ഐ എച്ച് കട്ട് ഇൻറ്റു ഇവിടെ സൈ ഓഫ് എക്സ് ഉണ്ട്, നമ്മൾ സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി വെച്ചാൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സൈ ഓഫ് എക്സും കട്ടായാൽ 1 സൈ ഓഫ് ടി കിട്ടും, 1 ഫൈ ഓഫ് ടി അല്ലേ, 1 ഫൈ ഓഫ് ടി ഇൻറ്റു ഇത് ഡോ ഫൈ ബൈ ഡോ ടി. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ആദ്യം സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതിയാൽ ഐ എച്ച് കട്ട് ഇൻറ്റു സൈ ഓഫ് എക്സ് ഇൻറ്റു ഡോ സൈ ബൈ ഡോ ടി ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി വെച്ച് ഡിവൈഡ് ചെയ്തേക്കണത്. ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m. ഇനി മുകളിൽ എന്താ ഫൈ ഓഫ് ടി ഉണ്ട്, താഴെ നമ്മൾ സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി വെച്ച് ഡിവൈഡ് ചെയ്ത്, പിന്നെ ഇതിൽ തന്നെ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി ഇൻറ്റു സൈ ഓഫ് എക്സ് ഇവിടെ സ്ഥലമില്ല അടിയിൽ എഴുതിയിട്ടുണ്ട്, വി ഇൻറ്റു സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി. ഇങ്ങനെ കിട്ടും എന്ത് നമ്മൾ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഇനി നോക്കിയാൽ നിങ്ങൾ ഇത് ക്യാൻസൽ ചെയ്യുക, സൈ ഓഫ് എക്സ് ഇവിടെ ഫൈ ഓഫ് ടി, പിന്നെ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ടി വെച്ചിട്ട്. അപ്പോൾ ഈ ടേം അങ്ങനെ തന്നെ ക്യാൻസൽ ആവും, വി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഈക്വേഷൻ എന്ത് കിട്ടും? ഐ എച്ച് കട്ട് ഇൻറ്റു ഇവിടെ 1 ഫൈ ഓഫ് ടി ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു 1 സൈ ഓഫ് എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. ഇതാണ് ഇക്വേഷൻ 11. When we divide throughout by psi of x into phi of t, we get into a equation like this: I h cut into 1 by phi of t into dou psi by dou t is equal to minus h cut square by 2m into 1 by psi of x into dou square psi by dou x square plus v എന്നുള്ള ഒരു ഇക്വേഷനിൽ നമ്മൾ എത്തും. ഇനി ഈ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ എൽ എച്ച് എസ് ടിയുടെ ഫംഗ്ഷനും ആർ എച്ച് എസ് എക്സിൻ്റെ ഫംഗ്ഷനും മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ ടി മാത്രമേ ഉള്ളൂ, ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, രണ്ടും മിക്സ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആണ്. അപ്പോൾ ഇത് രണ്ടിനെയും നമുക്കൊരു കെ വെച്ചിട്ടൊരു വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാമല്ലോ അല്ലേ. എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആയതുകൊണ്ട് എൽ എച്ച് എസ് ഈക്വൽ ടു കെയും ആർ എച്ച് എസ് ഈക്വൽ ടു കെയും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എൽ എച്ച് എസ് ഈക്വൽ ടു കെ, ആർ എച്ച് എസ് ഈക്വൽ ടു കെ. ഇങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആദ്യം അപ്പോൾ എൽ എച്ച് എസ് ഈക്വൽ ടു കെ ഇക്വേറ്റ് ചെയ്യാം. ഐ എച്ച് കട്ട് ഇൻറ്റു 1 by phi of t ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു കെ. ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഡോ ഫൈ ഇൻറ്റു ഫൈ ഡോ ഫൈ ബൈ ഫൈ
ഈ ഒരു ടേമിനെ ഇവിടെ നിർത്തിയിട്ട് ഐ എച്ച് കട്ടിനെയും ഡോട്ട് ടീനെയും ആർച്ചസിലോട്ട് എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ എന്ത് കിട്ടും? ഡോ ഫൈ ബൈ ഫൈ എന്ന് മാത്രമാവും ഇവിടെ. ഈസ് ഈക്വൽ ടു ഐ മൈനസ് ഐ ആവും, മൈനസ് ഐ ബൈ എച്ച് കട്ട് എന്നാവും, ഇൻറ്റു കെ ഇവിടെ ഉണ്ട്, കെ ഇൻറ്റു ഡോ ടി അല്ലേ. ഡോ ഫൈ ബൈ ഫൈ ഈസ് ഈക്വൽ ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു കെ ഡോ ടി. ഇനി നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ ഫൈ ബൈ ഫൈക്ക് പകരം നമുക്ക് ഫൈ ഓഫ് ടി എന്ന് എഴുതാം അല്ലേ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇവിടെ മൈനസ് ഐ ബൈ എച്ച് കട്ടാണ്, അപ്പോൾ ഇവിടെ ഇ റേസ് ടു ആവും, ഇ റേസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു കെ ടി എന്നാവും ഇവിടുത്തെ ഇക്വേഷൻ. ഫൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു കെ ടി. ഇതാണ് ഇക്വേഷൻ 12. ഇനി നമ്മൾ നമ്മുടെ ഇക്വേഷൻ 8 തന്നെയാണ്. അതായത് ഇക്വേഷൻ 8 എന്തായിരുന്നു? ഇക്വേഷൻ 8 വാസ് psi of x into t, psi of x t is equal to psi of x into phi of t. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച phi of t-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നതാണ്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് 12 in 8. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കിവിടെ 8th ഇക്വേഷൻ, അതായത് psi of x t is equal to psi of x into phi of t-ക്ക് വരെ നമുക്ക് e raised to minus I by h cut into kt എന്ന് എഴുതാം. അതല്ലേ psi of x t is equal to psi of x into e raised to minus I h by h cut. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്യാമറ ഒന്ന് ചെറുതായിട്ട് ഓഫായി പോയായിരുന്നു, ഞാൻ അറിഞ്ഞില്ല അതാ സംഭവം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇക്വേഷൻ 8 ഇക്വേഷൻ 8 ആയ psi of x t is equal to psi of x into phi of t എന്നതിലാണ്. നമ്മൾ അതിലിനി phi of t യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് ഒന്ന് നോക്കിയാൽ പറഞ്ഞത് ക്യാമറ ഓഫായി. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ 8 phi of t യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ 8 എന്താവും? psi of x t is equal to psi of x into e raised to minus I by h cut into kt. ഇതാണ് നമ്മുടെ 13th ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷൻ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യാൻ പോകുന്നത്. ഡിഫറൻഷ്യേറ്റിംഗ് 13 വിത്ത് റെസ്പെക്ട് ടു ടി. ഇത് ജസ്റ്റ് ആ phi of t യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്ടോ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു psi of x. ഇവിടെ നമ്മൾ എക്സ്പോണൻ്റ് ടേം ഉണ്ട്, അപ്പോൾ ഈ ഒരു ടേം മൈനസ് ഐ എച്ച് കട്ട് ഇൻറ്റു കെ എന്നുള്ള ടേം നമ്മൾ ഫസ്റ്റ് എഴുതും. അങ്ങനെയാണല്ലോ നമ്മൾ എക്സ്പോണൻഷ്യൽ ടേംസിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണത്. അപ്പോൾ ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു കെ ഇൻറ്റു പിന്നെ ഈ ടേം മൊത്തം psi of x ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു കെ ടി എന്നോ. ഇതിൽ നമ്മൾ ഈ psi of x ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു കെ ടി എന്നുള്ള ടേം ആണല്ലോ psi. അപ്പോൾ അതിന് പകരം നമ്മൾ psi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഐ കെ ബൈ എച്ച് കട്ട് ഇൻറ്റു സൈ എന്നാവും. ഇതൊന്നുമില്ല, ഈ ഒരു ടേമാണ് നമ്മുടെ ഈ 8th ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. 8th ഇക്വേഷൻ അല്ല, 13th ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. psi of x t is equal to psi of x into e raised to minus I by h cut into kt ആണ്. അപ്പോൾ ഈ ഒരു ടേമാണ് നമ്മൾ ഫസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ എഴുതുന്നത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് സൈൻ എഴുതാം. ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെ സൈൻ എഴുതുമ്പോൾ ഇതാണ് എന്താ പറയണേ, ഓക്കെ, നമ്മളിവിടെ സൈ എഴുതി. ഇനി ഈ മൈനസ് ഐ ബൈ എച്ച് കട്ടിനെ എൽ എച്ച് എസിലോട്ട് എടുക്കും. അപ്പോൾ ഈ മൈനസ് ഐ ആവും, എച്ച് കട്ടിന് മുകളിലോട്ട് വരും. ഐ ഇൻറ്റു എച്ച് കട്ട് ഇൻറ്റു ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു കെ സൈ. ഇതാണ് 14th ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ എവിടെയെങ്കിലും വെച്ച് കണ്ട് പരിചയം നോക്കിയേ. ഈ ഒരു ഇക്വേഷനാണ് നമ്മുടെ 3rd ഇക്വേഷൻ ആയിട്ട് നല്ല സിമിലാരിറ്റി ഇല്ലേ. 3rd ഇക്വേഷൻ എന്തായിരുന്നു? ഐ എച്ച് കട്ട് ഇൻറ്റു ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു കെ ഈസ് ഈക്വൽ ടു ഇ സൈ ആയിരുന്നു 3rd ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇത് 2 ഇക്വേഷൻ നോക്കിയേ, ഇവിടെ ഇ ആണ്, ഇവിടെ കെ ആണ്, അത് മാത്രമുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഈ ഒരു കെ എന്നുള്ള വാല്യൂ നമ്മൾ എടുത്തത് ഈക്വൽ ടു എനർജിയാണ് അല്ലേ. അപ്പോൾ ഈ നമ്മളിവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എൽ എച്ച് എസിനെ കെ ആയിട്ട്
ഇക്വേറ്റ് ചെയ്ത്, അതായത് LHS = RHS = K ആയതുകൊണ്ട് LHSനെ നമ്മൾ ആദ്യം K ആയിട്ട് ഇക്വേറ്റ് ചെയ്ത്. ഇനി നിങ്ങൾ വിചാരിച്ചാൽ മതി നമ്മൾ RHSനെ K ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്, അത്രേ ഉള്ളൂ, വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. LHSനെ K ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് ഇനി നമ്മൾ RHSനെ K ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. നമുക്കിവിടെ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം K = E ആണ്. അപ്പോൾ നമ്മൾ RHSനെ K ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ E ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. മനസ്സിലായല്ലോ? നോ ഡൗട്ട്സ്. ഐ മീൻ എല്ലാം മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ LHS ഓഫ് ദ ഇക്വേഷൻ 11 അതിനെ നമ്മൾ K ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. LHS = RHS = K ആണ്. നമ്മൾ ആദ്യം LHS = K ഇക്വേറ്റ് ചെയ്തിട്ട് ഇവിടം വരെ എത്തി. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് RHS = K എന്നാണ്. അതിനിടയിലാണ് നമുക്ക് മനസ്സിലായത് K = E ആണ്. അപ്പോൾ നമ്മൾ RHS = E എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യാൻ പോകുകയാണ്. ഓക്കെ, അപ്പോൾ -h²/2m × 1/ψ(x) × (∂2ψ/∂x2) പ്ലസ് V = E. ഓക്കെ, E ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് ഇനി നമ്മൾ ψ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നതാണ്, ψ(x) വെച്ചിട്ട്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? മൾട്ടിപ്ലൈയിങ് ബൈ ψ(x). അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും? -h²/2m ഇവിടെ നമ്മൾ ψ(x) വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ψ(x) ഡിവൈഡഡ് ബൈ ഇവിടെ ഉണ്ടായിരുന്ന ψ(x) × (∂2ψ/∂x2) പ്ലസ് V × ψ = E ψ എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും അല്ലേ? അപ്പോൾ ഈ ψ(x) ഇവിടെയും ψ(x) തന്നെയാണ്. നമ്മളിവിടെ ψ(x) എന്ന് പറഞ്ഞാൽ ψ ആണല്ലോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ ഞാൻ ψ(x) ഇട്ടേക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ψ(x)ഉം ക്യാൻസൽ ആവും. അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും? -h²/2m × (∂2ψ/∂x2) പ്ലസ് V ψ = E ψ. ഇതാണ് ഇക്വേഷൻ 15. V ψ ഇത് -h²/2m × (∂2ψ/∂x2) പ്ലസ് V ψ = E ψ. ഇനി നമ്മൾ ഈ V ψനെ RHSലോട്ട് എടുക്കുമ്പോൾ -h²/2m × (∂2ψ/∂x2) = E ψ - V ψ. അതായത് -h²/2m × (∂2ψ/∂x2) E - V × ψ അല്ലേ? ψ കോമൺ അല്ലേ? അപ്പോൾ E - V × ψ. ഇനി ഈ -h²/2mനെ RHSലോട്ട് എടുക്കുമ്പോൾ (∂2ψ/∂x2) 2m മുകളിലും, അതായത് ഇതിൻ്റെ റെസിപ്രോക്കലാവും. അപ്പം -2m/h² എന്നാവും E - V × ψ. ഇനി ഈ ഒരു ടേമിന്, അതായത് -2m/h² × E - V × ψനെ നമ്മൾ വീണ്ടും LHSലോട്ട് എടുക്കാൻ പോകുകയാണ്. അപ്പോൾ ഈ ഒരു ടേമിൻ്റെ മൈനസ് മാറി പോസിറ്റീവ് ആവും LHSലോട്ട് വരുമ്പോൾ. (∂2ψ/∂x2) പ്ലസ് 2m/h² × E - V × ψ = 0. ഇതാണ് 16th ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ. ടൈം ഇൻഡിപെൻഡൻറ്റ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ. ഇനി ഇത് ഇൻ വൺ ഡയമെൻഷൻ ആണ്, അതായത് x മാത്രമേ ഉള്ളൂ. ഇതിനെ നമുക്ക് 3 ഡയമെൻഷനിലാക്കി എങ്ങനെ എഴുതാം? (∂2ψ/∂x2) പകരം (del2ψ) ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. (del2ψ) പ്ലസ് 2m/h² × E - V of ψ = 0. ഇതാണ് ഇൻ 3 ഡയമെൻഷനിലുള്ള സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ. ഇൻ 3 ഡയമെൻഷൻ. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഒന്ന് മനസ്സിലാവണ വരെ എഴുതി പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഏകദേശം എല്ലാ പോയിൻറ്റ്സും ഒന്ന് പിടികിട്ടിയാൽ പിന്നെ ഒരു 5 പ്രാവശ്യം അടുപ്പിച്ചിരുന്ന് എഴുതണം. ഓക്കെ, ഒരു 5 പ്രാവശ്യം അടുപ്പിച്ചിരുന്ന് എഴുതിയാൽ മനസ്സിൽ കയറാവുന്ന ഒരു സിമ്പിൾ ഇക്വേഷനാണ് ഇത്. ഒരുമിച്ച് ഇങ്ങനെ നിങ്ങൾ വലിയ വലിയ പേജിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സാവും, ഭയങ്കരമായിട്ട് ഡൗട്ട് അടിക്കും. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തു പോയാൽ വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്. ഒന്നും ഇങ്ങനെ എന്താ പറയുക, കൺഫ്യൂഷൻ അടിച്ച് ചെയ്യരുത്. സമാധാനമായിട്ട് ഓരോ ടേംസ് നോക്കി ചെയ്യണം. വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ആദ്യം തൊട്ട് വീണ്ടും ഒന്ന് കണ്ടാൽ ശരിക്കും മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾക്ക് പറ്റണ പോലെ എഴുതി പഠിച്ചാൽ ജസ്റ്റ് ഭയങ്കരമായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണിത്. ഓക്കെ.